ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ 2024 എങ്ങനെയായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എങ്കിൽ 2025 അനുഗ്രഹവും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യുവാനുള്ള ഒരു വിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 2024 എൻ്റെ വ്യൂസിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി 9 ഓഫ് കപ്പ് ആയിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്നത് 9, 10, 1, 8, 20, 2, 15, 6, 9. ഓക്കെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്, ജെമിനി, ലിബ്ര, അക്യൂറിയസ്. ഓക്കെ, ആദ്യം വന്നിരിക്കുന്നത് 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പലതും ഈ 2024 പ്രവേശിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നവുമായിട്ടാണ് നിങ്ങൾ വന്നിരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം, ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ 2024 കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതോ മാനസികമായി തകർന്നുകൊണ്ട് ചില അന്ധകാരത്തിൽ അകപ്പെട്ടു പോയി. നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം അന്ധകാരത്തിലേക്ക് മാറിപ്പോയ ഒരു എനർജി ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഇമോഷണൽ പരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ പ്രകാശമാണെന്നും അല്ലെങ്കിൽ വിജയമാണെന്നും കരുതിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ അന്ധകാരത്തിലേക്ക് മുങ്ങിപ്പോയിട്ടുള്ള ഒരു വർഷമായിരുന്നു 2024. ഇവിടെ കൂടുതലും തകർന്നിരിക്കുന്നത് നിങ്ങളുടെ മാനസിക അവസ്ഥയാണ്. ഇവിടെ 2024 തകർത്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ആണ് ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഐക്യത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി കാണുന്നു. അതല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചതായി കാണുന്നു. രണ്ടും അപ്പുറവും ഇപ്പുറവും നെഗറ്റീവ് കാർഡും മധ്യത്ത് പോസിറ്റീവ് കാർഡും ആയതുകൊണ്ട് ഇവിടെ കുടുംബ നഷ്ടമാണ്. കുടുംബത്തിൽ ചില വ്യക്തികളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതല്ലെങ്കിൽ സാമ്പത്തികം, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരുന്നതായിട്ടുള്ള ചില സാമ്പത്തികം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ചില വൃദ്ധജനങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വയസ്സായ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് ഹാർട്ടിൻ്റെ എനർജിയാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നേരിടുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഇവിടെ ഒരു യാത്രയാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളിൽ നിന്നും ദൂരേക്ക് മാറിപ്പോയതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യാത്രയിലായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ദൂരേക്ക് മാറിപ്പോയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും നിങ്ങൾ ചില കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ നഷ്ടങ്ങളുടെയോ ചിന്തയിലാണ് ഈ ഒരു നിമിഷം ഈ 2025 പ്രവേശിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിഷമം ബാക്കി നിൽക്കുന്നതായി കാണുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ കെട്ടി നിർത്തിയിരുന്നതായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു ഈ 2024 ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യവും കറക്റ്റായിട്ട്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യവും കറക്റ്റായിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾ അഫർമേഷൻ ചെയ്തിരുന്നു. ഈ 2024 തുടക്കത്തിൽ നിങ്ങൾ മജീഷ്യനാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ അഫർമേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിങ്ങളുടെ മാനസിക ബലങ്ങൾ മുഴുവനും തലകുത്തി പോകുന്ന രീതിയിൽ ഒരു കാര്യവും ബാലൻസിങ്ങിലില്ലാതെ നിങ്ങളുടെ കണ്ണുകൾ കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള മുന്നോട്ടുള്ള ഒരു വ്യക്തതയും ഇല്ലാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ 2024 കടന്നു പോയതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്? ഇവിടെ നിയമപരമായിട്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടതായി കാണുന്നു. ഓക്കെ, 2024 നിങ്ങൾക്ക് ചില കോർട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യോത്തരം ചെയ്യുന്നതിന് വേണ്ടി, അത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. ശിക്ഷിക്കപ്പെട്ടു, നിങ്ങൾ ചെയ്തതോ ചെയ്യാത്തതോ ആയിട്ടുള്ള ചില തെറ്റുകളിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ മറ്റോ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്നെല്ലാം നിങ്ങൾ ഇപ്പോൾ മാറി ഹീലായി ഈ 2025 സ്റ്റാർട്ടിങ്ങിൽ വന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോഴുള്ളത്. ഓക്കെ,
താങ്ക് യു. ഈ ഒരു ജയിൽവാസം എന്ന് പറയുന്നത് ഒന്നുകിൽ നോർമലായിട്ടുള്ള ജയിൽവാസമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ജയിൽവാസമായിരിക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളെ തടങ്കലിലിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വീണ്ടും 2 ഓഫ് വണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ 2024 ഒരുപാട് ട്രൈ ചെയ്തതായി കാണുന്നു. ഓക്കെ, എന്നാൽ അതൊക്കെ നിങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിച്ചതായി കാണുന്നു. മാനസിക പരാജയങ്ങൾ, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ മനഃപൂർവ്വമായി നിങ്ങളെ തോൽപ്പിച്ചതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ പല പ്രാവശ്യവും സാമ്പത്തികമായിട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കാതെ അവിടെ നിന്നും പരാജയ ഭയം നിങ്ങൾക്ക് ഉണ്ടായതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അടുത്തത് ഡെവിളിൻ്റെ എനർജി. ചില വ്യക്തികളുടെ നെഗറ്റീവ് തോട്ടുകൾ, നെഗറ്റീവ് പ്രവർത്തനങ്ങൾ, ബ്ലാക്ക് എനർജീസ് നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായി കാണുന്നു. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നുണ്ട്. ഓക്കെ, ചില തേർഡ് പാർട്ടികൾ നിങ്ങളെ, നിങ്ങളുടെ പേഴ്സണെയും, അല്ലെങ്കിൽ നിങ്ങളെ, നിങ്ങളുടെ ജോലിയെയും, അല്ലെങ്കിൽ നിങ്ങളെ, നിങ്ങളുടെ സാമ്പത്തികത്തെയും ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തേർഡ് പാർട്ടിയുടെ ചിന്തകളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വന്നിരിക്കുന്നു. ബ്ലാക്ക് എനർജിയുടെ പ്രവർത്തനം കൊണ്ട് തേർഡ് പാർട്ടി എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങളൊരു ഫൂളിനെ പോലെ നിങ്ങൾ നിന്ന് കൊടുക്കേണ്ടി വന്നതായിട്ടുള്ള ഒരു എനർജി 2024 നിങ്ങൾക്ക് ഉണ്ടായതായി കാണുന്നു. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്ക് 2024 ഉണ്ടായിരുന്നത്. 2024 ഓവറോൾ എനർജി ഓക്കെ എന്തായിരുന്നു? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. 2024 ഓവറോൾ എനർജി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായാലും നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, എല്ലാം ചുണ്ടിനും കപ്പിനും ഇടയിൽ വന്നിട്ട് അത് നിങ്ങൾക്ക് മിസ്സായി പോകുന്നു. ഭാഗ്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് കടന്നു വരുന്നു, പക്ഷേ അത് കയ്യിലെത്തുന്നതിന് മുമ്പ് അത് നഷ്ടപ്പെട്ടു പോകുന്ന എനർജി. ഇവിടെ വീണ്ടും 8 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ കണ്ണും കയ്യും കെട്ടി മാനസികമായി തകർത്തിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയായിരുന്നു പോയിരുന്നത്. ജീവിതത്തിൽ നേടിയില്ല എന്നല്ല, നേടിയതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായി കാണുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നിങ്ങളുടെ 2025 എങ്ങനെയായിരിക്കും എന്നുകൂടി നോക്കാം. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ഞാൻ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ 2025 അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അവരെ കാത്തിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എൻ്റെ വ്യൂസിനെ കാത്തിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 40. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 41 നിങ്ങളുടെ ഏജ് ആയിരിക്കാം. 5, 25, 7, 22, 4, 17, 8, 14, 5, 15, 6, 10, 1, 4. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ഏതെങ്കിലും രീതിയിൽ അതോ മന്തുമായിട്ടോ ഇതിന് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ആദ്യം വന്നിരിക്കുന്നത് തന്നെ 2025 യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഉയർച്ചയിലുള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. ഓക്കെ, മറ്റുള്ളവരെ നിങ്ങൾ ഉപദേശിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ കാരണം നിങ്ങൾ പരാജയങ്ങളിൽ കൂടി ജീവിച്ച് മുന്നേറിയ ഒരു ടീച്ചറായി മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പല ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടി കടന്ന് ജോലി പരാജയങ്ങളിൽ കൂടി, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ എത്രത്തോളം അപമാനിച്ചു അതിൽ നിന്നും വിജയിച്ച് വന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ ഉപദേശിക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു വഴിയിൽ കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം, എന്നിട്ട് ഞാൻ ജീവിത വിജയം നേടിയിരിക്കുന്നു എന്ന് 2025 നിങ്ങൾക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. അതിന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട്, എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ ഗൈഡ് ചെയ്യുന്നത് പോലെ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഏത് കാര്യത്തിലും, നിങ്ങൾക്ക് തകർച്ചയും തളർച്ചയും ഇല്ല എന്നല്ല, ആ തളർച്ചയിലും തകർച്ചയിലും നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട്, നീ തളർന്നു പോകരുത്, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ കൈപിടിച്ച് 2025 ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ജോലി സംബന്ധമായിട്ടാണ് ഇത് കൂടുതലും റെസനേറ്റ് ആയി വരുന്നത്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്.
രണ്ടാമത് വന്നിരിക്കുന്നത്, നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് ആ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാത്കരിക്കും എന്നുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളോട് വരാൻ പോകുന്ന നന്മകളെക്കുറിച്ച് നിങ്ങളെ അറിയിപ്പ് നൽകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ആ വഴിക്ക് പോകരുത്. ഓക്കെ, നിങ്ങളിങ്ങനെ പോകരുത്. നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ഒന്ന് സറണ്ടറായി ഇരുന്നാൽ മാത്രം മതി. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങൾ സ്വപ്നം കണ്ടത് എന്താണോ, നിങ്ങളൊരു കുടുംബജീവിതമാണോ നിങ്ങൾ സ്വപ്നം കണ്ടത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. മാനിഫെസ്റ്റ് ചെയ്ത എന്ത് കാര്യമാണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കണ്ടിരിക്കുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളൊരു ജേണിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിദേശത്തേക്ക് കടന്നു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിദേശയാത്ര ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ലോകം ചുറ്റുന്ന ഒരു വ്യക്തിയായി മാറും. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാത്ത വിധം. ഓക്കെ, ഇരിക്കുവാൻ ഒരിടവും വേണ്ടെനിക്കിനി, എൻ കീഴെ വൻ ശാശ്വത ഭുജങ്ങളുണ്ട്. തളരില്ല തളരില്ല ചിറകുകളും, എൻ്റെ കൂടെ പറക്കുവാൻ എൻ ദൈവമുണ്ട്. തളരില്ല തളരില്ല ചിറകുകളും, എൻ്റെ കൂടെ പറക്കുവാൻ എൻ ദൈവമുണ്ട്. താങ്ക് യു. ഓക്കെ, വരികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സംഗതിയും ടെമ്പോയും ഷഡ്ജോ ഒന്നും നോക്കല്ലേ. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. അടുത്തത് ബാലൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് ഞാൻ ക്ലാരിഫൈ ചെയ്തില്ല. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് യൂണിവേഴ്സ് നിങ്ങളെ എത്തിച്ചേർക്കും. കാറ്റും കോളും പേമാരിയും ഒക്കെ നിങ്ങൾക്കിപ്പോൾ 2024 നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ പോകുന്ന വള്ളം മറിഞ്ഞു പോകാനിരിക്കുന്ന ഒരു വള്ളമായിരിക്കാം. നിങ്ങൾ ഭയന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇത് ഞാൻ രക്ഷപ്പെടുമോ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഞാൻ അക്കരെ ചെന്ന് പറ്റുമോ? അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാനായേ കഴിവുള്ളവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിലുള്ള ദൈവം നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളെ താങ്ങി നടത്തും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാണുന്നതായിട്ടുള്ള കാറ്റും കോളും പേമാരിയും എല്ലാം മാറുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. 2025 നിങ്ങളുടെ ഭാഗ്യവർഷമാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹം. വിശ്വസിച്ചാൽ മഹത്വം കാണാം. ഏത് മതത്തിലുള്ള വ്യക്തികളാണെങ്കിലും പറയുന്നത് എന്താണ്? ദൈവമേ എൻ്റെ കാര്യം നടക്കണമേ, എൻ്റെ കാര്യം നടക്കണമേ, എൻ്റെ കാര്യം നടക്കണമേ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വരുന്ന എന്താ? നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും. അപ്പം 3 ആൾക്കാരും പറയുന്നത് എന്താണ്? വിശ്വാസം. ഈ വിശ്വാസം എവിടെയാണുള്ളത്? നമ്മളിലാണുള്ളത്. അപ്പം 3 ആൾക്കാർക്കും പൊതുവായിട്ടുള്ള ഒരു ദൈവം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം. ആ വിശ്വാസം നമ്മളിലാണ്. അത് മാത്രം ആരും കാണുന്നില്ല. അപ്പം ആ വിശ്വാസമുള്ള വ്യക്തി ഒരു തുറമുഖത്ത് ചെന്നെത്തും. കാറ്റും കോളും എന്ത് വന്നിരുന്നാലും വിശ്വസിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വിശ്വാസമില്ലാതെ അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് നോക്കാം. അടുത്തത് ബാലൻസ് ആണ്. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈ 2025 ബാലൻസിങ്ങിൽ എത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് കാര്യമാണോ കാണാൻ വയ്യാതെ വണ്ണം നിങ്ങളെ കെട്ടിമുറിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് കാരണം എവിടെ ചെന്നിരുന്നാലും നോ 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 എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നോ, സാമ്പത്തികത്തിൽ നോ, ഓക്കെ, ബാങ്കിൽ ചെന്നാൽ നോ, എന്ത് കാര്യത്തിലും നോ ആണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബാലൻസ് കൊണ്ടുവരുന്നു. ഓക്കെ, അത് ഇമോഷണൽ പരമായിട്ടാണെങ്കിലും മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ബാലൻസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു റെയിൻബോ നിങ്ങൾക്കിവിടെ, മഴവില് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് സണ്ണ് ഉദിക്കുകയാണ്, നിങ്ങൾക്ക് ഗ്രോത്ത് വരികയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇവിടെ 10 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. 10 ഓഫ് വാണ്ട്. നിങ്ങൾ ഒരുപാട് അധ്വാനിച്ച് തളർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് തളർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. ജീവിതത്തിൽ എത്രത്തോളം വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 10 വർഷം കൊണ്ട് അനുഭവിക്കുന്ന കഠിനാധ്വാനങ്ങൾ കൊണ്ടിട്ടും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കാതെ നിൽക്കുന്ന ചില വ്യക്തിയായിരിക്കാം നിങ്ങൾ. എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തുവാൻ പോകുന്നു. ഈ 2025 നിങ്ങളുടെ വർഷമാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു താങ്ക് യു. ഇത്രയും നാൾ നിങ്ങൾ കഠിനാധ്വാനത്തിലുണ്ടായിരുന്നെങ്കിൽ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, സണ്ണിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാത്തിൻ്റെയും കൂലി
നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, ഇത്രയും വർഷത്തെ സാലറിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടെത്താൻ പോകുന്നത്. അത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിങ്ങൾ ഒരുപാട് പേരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? അപ്പോൾ അവരിൽ നിന്നൊന്നും നമുക്കൊന്നും കിട്ടത്തില്ല. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളുടെ അധ്വാന ഫലം യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ഈ 2025 നിങ്ങളെ യൂണിവേഴ്സിന് ഏറ്റവും ബെറ്ററാക്കി തീർക്കും. പലിശ സഹിതം ഇത്രയും നാൾ ജോലി ചെയ്ത ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എഫേർട്ടിൻ്റെ പലിശ സഹിതം നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന ഒരു എനർജിയാണ്. ബ്ലോക്കായി ഇരുന്ന എല്ലാ വഴികളും നിങ്ങൾക്ക് ഓപ്പൺ ആകുന്ന 2025. ഓക്കെ, കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്, സമൃദ്ധിയുടെ എനർജിയാണ് ഈ വന്നിരിക്കുന്നത്. സമൃദ്ധിയാണ്, അബൻഡൻസ് ആണ്, രാജാതിരാജനാകുകയാണ് നിങ്ങൾ. ഓക്കെ, ഇമോഷണൽ പരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും സ്ഥാനം കൊണ്ടാണെങ്കിലും നിങ്ങൾ സമൃദ്ധിയിലേക്ക് കടന്നു പോകുന്നു. ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കാണിക്കുന്നുണ്ട്. ഹസ്ബൻഡും വൈഫും തങ്ങളിൽ ഇമോഷണൽ പരമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ റിലേഷൻ തകർന്ന് പോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, ഒരുപാട് വർഷം കൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ പ്രണയം വന്നിരിക്കുന്നു. ഓക്കെ, വയസ്സൊന്നും നിങ്ങൾ ഒരു കണക്കാക്കണ്ട. എത്ര വയസ്സാണെങ്കിലും നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രണയത്തിലേക്ക് കടന്നു പോകാൻ പോകുന്നു. കുടുംബ ജീവിതമാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സന്തോഷത്തിലോട്ട് കടന്നു പോകുന്നു. മക്കളുമായിട്ട് ഒരുമിച്ച് നിങ്ങൾ എപ്പോഴാണോ പ്രണയിച്ച് തുടങ്ങുന്ന വ്യക്തികളുടെ കുടുംബത്തിൽ മാത്രമാണ് സാമ്പത്തികം വന്നു ചേരുന്നത്. നമ്മുടെ കേരളത്തിലുള്ള പ്രത്യേകതയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനും അമ്മയും രണ്ട് റൂമിലേക്ക് മാറുന്നു. ഓക്കെ, അവർ മാനസികമായി യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. പിന്നെ പ്രാരാബ്ധങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരിക്കലും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷനെയും സ്ത്രീയെയും വേർപിരിച്ച് രണ്ട് റൂമിലായിട്ട് നിൽക്കുന്ന ഒരു വീടുകളിലും സാമ്പത്തികവും സന്തോഷവും വന്നു ചേരില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, ഒരിക്കലും ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ദമ്പതികളും പിരിഞ്ഞ് മാറിപ്പോകരുത് എന്നുള്ളതാണ്. എപ്പോഴാണോ നിങ്ങൾ ഒന്നായി തീരുന്നത് ആ സമയം മുതലാണ് നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ ഒരു അനുഗ്രഹം വന്നു ചേരുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരുമിച്ചായി സന്തോഷത്തോടു കൂടി ജീവിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിലേതാ കാർഡ്? ഓക്കെ, അപ്പം ഇതാണ്. ഓക്കെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഒന്നായി തീരാൻ പോകുന്നു. ഓക്കെ, അപ്പം ഓവറോൾ എനർജി എന്ന് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ ഈ 24 നിങ്ങൾക്ക് സംഭവിച്ച വിഷമങ്ങളിലേക്ക് മാത്രം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു 2025 ഒന്ന് നോക്കുക. വിശ്വാസത്തോടു കൂടി നോക്കുക. നഷ്ടപ്പെട്ടു പോയ ഫലങ്ങളിലേക്കല്ല. നിങ്ങളൊന്ന് തല ഉയർത്തി യൂണിവേഴ്സിലേക്കൊന്ന് നോക്കുക, മുകളിലോട്ടൊന്ന് നോക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇനിയും നഷ്ടമല്ലാത്ത പല കാര്യങ്ങളും അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക്, ആ ഗ്രോത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സോളിൽ, നിങ്ങളുടെ എനർജിയിൽ നിങ്ങളൊന്ന് ക്ലാരിറ്റി കൊണ്ടുവരിക. നിങ്ങളതിനെ ഹീൽ ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഓരോ ദിവസവും നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ തൂത്ത് തുടച്ചാൽ അതൊക്കെ വന്നത് നന്നായിക്കോട്ടെ എന്നുള്ളത്. ഒരു കമൻറ്റിൽ കണ്ടിരുന്നു, ടാരോ റീഡർക്ക് മാത്രം ഒരു പ്രശ്നങ്ങളും വരില്ല എന്നുള്ളത്. അത് അവരുടെ ചിന്തകളാണ്. ഓക്കെ, ടാരോ റീഡർക്ക് വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കരഞ്ഞിരുന്നാലും വീണാലും ശരി തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ അവർ ശ്രമിക്കും. എഴുന്നേറ്റാൽ നടക്കാൻ ശ്രമിക്കും. നടന്നാൽ ഓടാൻ ശ്രമിക്കും. ഓടിയാൽ വിജയത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കും. ഓക്കെ, ഇതിനു മുന്നും എൻ്റെ ചാനലിൽ ഒരു 5000 സബ്സ്ക്രൈബറുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അറിവില്ലായ്മ കാരണം ഞാൻ ആ ചാനലിൽ ചെയ്തതിൽ എനിക്ക് ബാൻ സംഭവിച്ചു. 5000 സബ്സ്ക്രൈബർ അതോടുകൂടി ആ ചാനൽ അടച്ചു പൂട്ടിപ്പോയി. അതിനുശേഷം ഞാൻ തുടങ്ങിയ ചാനലാണ് മദർ യൂണിവേഴ്സ്. അപ്പം 5000-ൽ നിന്നും അത് ഒരു 3 മാസം കൊണ്ടാണ് 5000 ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം കൊണ്ട് 34,000 സബ്സ്ക്രൈബറിലേക്ക് കടന്നു പോകുവാനും എനിക്ക് സാധിച്ചത്. അത് ഞാൻ വീണെടുത്ത് തന്നെ നശിച്ച്, എന്നെ കൊണ്ട് ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ തകർന്നിരുന്നിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. 2 മണിക്ക് 3 മണിക്കും ഒക്കെ റീഡിങ് ചെയ്തിട്ടുണ്ട്. വിജയത്തിലേക്ക് പോകുന്നതിന് നമ്മൾ കുറച്ച് സമയം ഉറങ്ങുക, ബാക്കി നമ്മൾ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇന്ന് എനിക്ക് സംഭവിക്കുന്ന ഉയർച്ചയും താഴ്ചയും ആർക്കും സംഭവിക്കാം. ഓക്കെ, ഉയരും താഴും, എങ്കിൽ പോലും അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക. ഞാൻ വിജയിക്കും, എനിക്കിതിൽ ഗ്രോത്ത് വേണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം ടാരോ റീഡർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മാത്രം ചിന്തിക്കരുത്. വീണിരുന്നാലും കണ്ണ് തുടച്ചിട്ട് എഴുന്നേറ്റ് മുന്നോട്ട് പോകും. ഓക്കെ, തന്നിരിക്കുന്നതായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ നൊടിയിടയിൽ എൻ്റെ ഇമോഷനെ ചേഞ്ച് ചെയ്യുവാനുള്ള കഴിവ് യൂണിവേഴ്സ് എനിക്ക് നൽകും. എത്രത്തോളം തകർന്ന് തരിപ്പണമായി നിലവിളിച്ച് കരയുന്ന അവസ്ഥയിൽ പോലും ആ കണ്ണീര് അവസാനിക്കുന്ന സമയത്ത് എത്രത്തോളം സന്തോഷിക്കുവാനുള്ള ഒരു എനർജിയും യൂണിവേഴ്സ് എനിക്ക് പകർന്ന് തന്നിരിക്കുന്നതിനാണ് യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളും അതുപോലെ ആയി തീരട്ടെ. നിങ്ങൾക്കും എല്ലാ വിഷയങ്ങളിലും മനസ്സിൽ കരയേണ്ട സമയത്ത് കരഞ്ഞു തന്നെ തീർക്കണം. അപ്പോൾ അത് കരഞ്ഞ് തീർക്കുന്നതോടുകൂടി ഞാൻ അതിൽ തന്നെ പിടിച്ചു നിൽക്കരുത്. അവിടുന്ന് എനിക്ക് എഴുന്നേൽക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഏവർക്കും 2025 ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2025 നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്ഡ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.